Good morning. Okay, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങള്? ഒരു മിനിറ്റ് കേട്ടോ, ഒന്നുകൂടി ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. നമ്മൾ എടുത്തത് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കായിരുന്നു അല്ലേ നമ്മൾ? ഓക്കെ, കുറച്ച് ഇതും കൂടി ഉള്ളൂ. നമ്മളെ ചലഞ്ചസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റം ഓഫ് ആയി പോയി. ലാസ്റ്റ് ആ ഒരു സെന്റൻസ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതില് എടുക്കട്ടെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ നിങ്ങള്. എനിക്ക് എത്രയും കിടക്കുന്ന അവിടെ, എനിക്ക് വേഗം എടുക്കാൻ. പേജ് നമ്പർ എത്ര പിള്ളേരെ? 49 ആണോ? യെസ്, ഓക്കെ. ഓക്കെ, നമ്മൾ പറഞ്ഞത് challenges of health and hospital administration. ജസ്റ്റ് ആ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. നമ്മൾ അതിനകത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്, ഞാൻ സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്താണ്? നമുക്ക് ആർക്കാണ്? ഇറ്റ് ഷോസ് ദാറ്റ് there is increasingly more and more supremacy by the consumer. ആർക്ക് സുപ്രീമസി കൊടുക്കണം പറഞ്ഞേക്കണേ? കൺസ്യൂമറിന്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പാരഗ്രാഫ് ആണ്, ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ റെപ്യൂട്ടഡ് സർവീസസ് ഇൻ വൺ ഡിസിപ്ലിൻ ഓർ അതർ rather than a holistic institution of health care with a multidisciplinary medical team like ENT, general surgery, etc., resulting it to be a profit-oriented business establishment. എന്താ പറഞ്ഞത്? ENT, ജനറൽ സർജറി തുടങ്ങിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ഉൾപ്പെടെയുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിനേക്കാൾ, ഒരു ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഒന്നോ അതിലധികമോ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിലോ മറ്റു കൂടുതൽ ചുരുങ്ങിയ ഒരു സേവനങ്ങൾ നൽകുന്ന, ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറഞ്ഞ സേവനങ്ങൾ നൽകുന്ന ഹോസ്പിറ്റൽ ഉൾപ്പെടെ അത് എന്തായി മാറും? ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു പ്രോഫിറ്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള, അല്ലെ, ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് സ്ഥാപനമായി മാറും. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഒരു ഹോസ്പിറ്റല് ഒരു പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എന്താ? അങ്ങനെ വരുമ്പോൾ അത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സാമിന് ഇതിനകത്ത് ചലഞ്ചസിൽ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് അവിടെ ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, ഇന്റേണൽ ചലഞ്ചസ്, എക്സ്റ്റേണൽ ചലഞ്ചസ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പേജ് നമ്പർ ആണോ? പേജ് നമ്പർ ആണോ? പേജ് നമ്പർ എത്രയാന്ന് പറഞ്ഞ? 40. നിങ്ങളുടെ എത്രയാണ്? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 49. കറക്റ്റ് അല്ലേ? ഓക്കെ, 49 ആണ് കേട്ടോ. ആറാമത്തെ ചാപ്റ്റർ ആണ് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആറാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 49.
ഓക്കെ, അപ്പോ നമുക്ക് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കി, പേഷ്യന്റ് സർവീസ് ചാലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? Which of the following is included in patient service challenges? ഏതൊക്കെയാണെന്നൊക്കെ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, രോഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചലഞ്ചസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് ക്വാളിറ്റി കെയർ, ഒരു ഗുണനിലവാരമുള്ള പരിചരണം. അത് പേഷ്യന്റ് അല്ലെ, ഹോസ്പിറ്റലിൽ നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കണ്ടേ? അപ്പൊ അവര് തരുന്ന സർവീസ് ക്വാളിറ്റി കെയർ, ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം, അത് പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരിക. ജസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതാണ് നമുക്ക് പറഞ്ഞത്? ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണം. അടുത്ത നോക്കിയ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതും പേഷ്യന്റ് സർവീസ് ചലഞ്ചസിൽ വരുന്നതാണ്. സൗണ്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ പിള്ളേരെ? കുറച്ചു പേരൊക്കെ തമ്മിട്ടുണ്ടല്ലോ. ഞാൻ ഉണ്ടല്ലോ. ഷംസീനായിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കാ ഉണ്ട് മിസ്സേ? പ്രീതി ഉണ്ട്. എല്ലാവരും എന്ത് പറ്റി? നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഞാൻ എന്ന് ക്ലാസ് എടുക്കണമല്ലോ, എന്റെ സൗണ്ടിൽ തന്നെ കേട്ടോ ഞാൻ പറയണേ. ഓക്കെ, ഉണ്ട്. എനിക്ക് ഒന്നുകൂടെ ഇന്ന് നോക്ക് കേട്ടോ. സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ആള് ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അത് സൗണ്ട് കുറവായിട്ടാണോ കിടക്കണേന്നൊന്ന് നോക്കുക കേട്ടോ. പിന്നെ അടുത്ത് നോക്കിയേ, പേഷ്യന്റ് സർവീസ് ചാലഞ്ചസിൽ വരുന്ന ഏതാ? ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജികള് അല്ലെ? ഹോസ്പിറ്റലില് പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ടെക്നോളജികള്. അടുത്ത നോക്കിയേ, സർവീസ് എക്സ്പാൻഷൻ, സേവന വിപുലീകരണം, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അതിന്റെ എക്സ്പാൻഷൻ. അടുത്തതാണ് ഓവർ ക്രൗഡിങ്, അമിത തിരക്ക്, ഹോസ്പിറ്റലിൽ വരുന്ന അമിത തിരക്ക്. ഇതെല്ലാം പേഷ്യന്റ് സർവീസ് ചാലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് പഠിക്കാനായിട്ട് ഒരു സൂത്രവഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിനകത്ത് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസും എക്സ്റ്റേണൽ ചാലഞ്ചസ് കുറച്ചുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് പേജ് നമ്പർ 49 കേട്ടോ രശ്മി, പേജ് നമ്പർ 49. അപ്പൊ ഏതെങ്കിലും നിങ്ങൾ രണ്ടെണ്ണം അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് മൂന്നാമത്തെ പഠിക്കണമെന്നില്ല. ഇത് രണ്ടും അല്ലെങ്കിൽ മൂന്നാമത്തേല് വരുന്നതാണല്ലോ. ഇത് 5 ആദ്യം തറവാക്കി വെക്കുക. ഏതൊക്കെയാണ് പേഷ്യന്റ് സർവീസ് ചാലഞ്ചസിൽ വരുന്നത്? ഏതൊക്കെയാ? ക്വാളിറ്റി കെയർ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? 5 രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് അതല്ലാത്തത് വന്നാൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇന്റേണൽ ചലഞ്ചസ്, പുറമേ നിന്നുള്ള, സോറി ഇന്റേണൽ ആണ് ഉള്ളിലുള്ള കേട്ടോ. ഇന്റേണൽ ചലഞ്ചസ് ഏതൊക്കെയാ നോക്കിയേ? ഇന്റേണൽ ചലഞ്ചസിൽ വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റലില് ഒരു നിലവാരമുള്ള ഒരു ക്വാളിറ്റി, ഇത് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മളൊരു ചാപ്റ്റർ തന്നെ നമ്മൾ പഠിച്ചതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ ഹോസ്പിറ്റലിൽ നല്ലൊരു ക്വാളിറ്റി മാനേജ്മെന്റ് ആ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. നല്ലൊരു മാനേജ്മെന്റ് വേണം അവിടെ ക്വാളിറ്റിയുടെ കാര്യത്തില്. ഒന്നാമത്തെയാണ് ഇന്റേണൽ ചാലഞ്ചസിൽ വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ്. അടുത്ത നോക്കിയേ, കോൺസ്റ്റന്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, എന്താ? ചെലവുകള് നിയന്ത്രണം, ചെലവിനെ നിയന്ത്രിക്കല്, സാമ്പത്തികമായിട്ടുള്ള പരിമിതികള്. ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും, ഫിനാൻഷ്യൽ ലിമിറ്റേഷൻസ്, കോൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പരിമിതികള്. അടുത്ത നോക്കിയേ, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം, ലീഡർഷിപ്പ് മോട്ടിവേഷൻ. അടുത്ത മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സര ബുദ്ധിയുള്ള ഒരു നല്ല മാർക്കറ്റ്, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പിന്നെ പവർ ക്രേസ്, എന്താ? അധികാര ആവേശം, പവർ ക്രേസ്.
അടുത്തത് മാൻ പവർ മാനേജ്മെന്റ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എല്ലാവരും അവരുടെ മാനേജ്മെന്റ്, മാൻ പവർ മാനേജ്മെന്റ്. അടുത്തത് ടെക്നോളജി മാനേജ്മെന്റ്. ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്ഥിരമായ ഒരു സംഘടന ഘടന. ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു ഘടന, സ്ട്രക്ചർ. ഇതെല്ലാം ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നതാണ്. നിങ്ങൾ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, ഇന്റേണൽ ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് നോക്കി വെക്കാം. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിൽ കൂടുതലുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് അവിടെ കിടക്കട്ടെ കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചോ, ഒന്നാമത്തെ എളുപ്പത്തിനുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നെ. ഒന്നാമത്തെ നമ്മൾ പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വന്നത് ഏതാന്ന് നമ്മൾ പഠിച്ചു വെക്കാം. അടുത്തത് നോക്കിയേ, ഇന്റേണൽ ചലഞ്ചസ് ആണ്, ഒന്ന് വായിച്ചു വെക്കാം. ക്വാളിറ്റി മാനേജ്മെന്റ്, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, ലീഡർഷിപ്പ് മോട്ടിവേഷൻ, മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പവർ ക്രേസ്, മാൻ പവർ മാനേജ്മെന്റ്, ടെക്നോളജി മാനേജ്മെന്റ്, ഫിക്സ്ഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി അടുത്ത് നോക്കി, എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഏത്? എക്സ്റ്റേണൽ ചലഞ്ചസ് ഇത് പഠിച്ചു വെക്കാം. രണ്ടെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ അതിനകത്ത് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഏതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ചലഞ്ചസ് പഠിച്ചു വെച്ചു. പേഷ്യന്റ് സർവീസ് ചലഞ്ചിൽ വരുന്നത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് സർവീസ് ചലഞ്ച് പഠിച്ചു വെച്ചു. ഇനി നിങ്ങളോട് ചോദിക്കാണ് ഇന്റേണൽ ചലഞ്ചസിൽ വരുന്ന ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും അല്ലെങ്കിൽ ബാക്കി ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നല്ലേ, എളുപ്പല്ലേ? ഇത് രണ്ടും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇന്റേണൽ ചലഞ്ചസിൽ വരുന്ന. ഓക്കെ ഓക്കെ, എക്സ്റ്റേണൽ ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നൊക്കെ, ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ. ബയോമെഡിക്കൽ മാനേജ്മെന്റ് പുറമേ നിന്ന് വരുന്ന വെല്ലുവിളികളാണ്, എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻ, നിയന്ത്രണങ്ങള്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്തൃ സംരക്ഷണം, കൺസ്യൂമറിന്റെ പ്രൊട്ടക്ഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം. റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ അതൊരു ആക്ട് ആണ്. അതനുസരിച്ച് നമുക്ക് ഭരണനിർവഹണം സംബന്ധിച്ച വിവരങ്ങള് പേഷ്യൻസിന് അല്ലെ, പൊതുജനങ്ങൾക്ക് അറിയാനായിട്ട് ഉള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് പേഷ്യൻസിന് അറിയാനുള്ള ഒരു അധികാരമുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ. അടുത്തത് നോക്കിയേ, ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ലീഗൽ ആയിട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങളും അതുപോലെ ധാർമ്മിക ഘടകങ്ങളും. ലീഗൽ ഇഷ്യൂസ്, എത്തിക്കൽ ഫാക്ടേഴ്സ്. അടുത്തത് പബ്ലിക് റിലേഷൻ, PR, പബ്ലിക് റിലേഷൻ. അടുത്തതാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം. ഇതെല്ലാം ഇതിൽ വരുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത്. ഒന്നുകൂടി നോക്കിയേ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻ, consumer protection, right to information, legal issues and ethical factors, public relation, political influence. Okay, അപ്പൊ ആ രണ്ടെണ്ണം നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പേഷ്യന്റ് സർവീസ് ചലഞ്ചസിലും ഈ എക്സ്റ്റേണൽ ചലഞ്ചസിലും വരുന്നത് ഏതാന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അതിനകത്ത് രണ്ടിൽ ഉൾപ്പെടാവുന്നതാണെങ്കിൽ നമുക്കറിയാം ഇത് വരുന്നതാണ്, ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നതാണെന്ന്. മറ്റേത് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഈ ബോക്സ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ചലഞ്ചസിന്റെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാം. അതായത് നോക്കിയേ, ഇതിനകത്ത് നിന്ന് വരുന്നതോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. പിന്നെ അടുത്തത് ചലഞ്ചസ് നമ്മൾ പറഞ്ഞു. ഈ ചലഞ്ചസിനെ മീറ്റ് ചെയ്യുന്ന, അതിനെ നേരിടാനുള്ള വലിയ ഈ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ ചലഞ്ചസ് എങ്ങനെയായിരിക്കും വരുന്നതിന് ഇതിന് ഞാൻ പറഞ്ഞതേ, ക്വസ്റ്റ്യൻസ് ഈ ചലഞ്ചസ് എന്നുള്ളത് നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചത് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഈ 3 ബോക്സിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് which of the following is included in internal challenges of health and hospital management? നമ്മള് health and hospital administration. അതിന്റെ ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഇത്.
അല്ലെങ്കിൽ which of the following is not included in the internal challenges of health and hospital administration? അങ്ങനെ ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് മൂന്നെണ്ണത്തിന് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ക്ലിയർ ആയോ? അതിനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. ബേസിക് സർവീസ് ചലഞ്ചസും നമ്മുടെ എക്സ്റ്റേണൽ ചലഞ്ചസും നിങ്ങളങ്ങ് പഠിച്ചു വെക്കി. അപ്പൊ നമുക്ക് അതിനകത്ത് രണ്ടിലും ഉൾപ്പെടാത്തതാണെങ്കിൽ ഇന്റേണൽ ചലഞ്ചസ് ആണെന്ന് മനസ്സിലാക്കാലോ. ഇത് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്റേണൽ ചലഞ്ചസ് ഇച്ചിരി കൂടുതലുണ്ടല്ലോ. മറ്റത് നമുക്ക് എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം. അതായത് പബ്ലിക് റിലേഷൻ, നമ്മുടെ ഉള്ളിലുള്ളതല്ല പുറത്തുള്ളത്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം, പിന്നെ അതുപോലെ തന്നെ ലീഗൽ ഇഷ്യൂസ്, പിന്നെ നമുക്ക് അറിയാനുള്ള ഒരു അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമറിന്റെ സംരക്ഷണം, പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് റെഗുലേഷൻ. അത് രണ്ടും നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഇനി ഈ സ്ട്രാറ്റജീസ് നോട്ട് ചെയ്യണം. എന്തൊക്കെയാണ് ഈ ഓക്കെ കിട്ടിയില്ലേ ഫസ്റ്റ്. പിന്നെ നമുക്കൊരു ലക്ഷ്യം വേണം. നമ്മൾ അത് പഠിക്കുമ്പോഴേ ഏതൊക്കെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് ഒന്ന് നമ്മൾ മനസ്സിൽ കാണുക. അപ്പൊ ആ രീതിയിൽ ഒന്നുകൂടി നമ്മൾ വായിച്ചു പോകണം. അതിന്റെ ഒപ്പം തന്നെ അപ്പൊ ആ രീതിയിലൊക്കെ ചോദിക്കാന്നുള്ളൊരു ഇങ്ങനെ നമുക്കൊരു ഐഡിയ വേണം. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയേ, ഈ ചലഞ്ചസിനെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന ഈ ചലഞ്ചസ്, അതിനെ നേരിടാനുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഒന്നാമത് നോക്കി എന്താണ്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. എന്താ? സാങ്കേതിക മുന്നേറ്റങ്ങള്. അല്ലെ, ടെക്നോളജി ഇപ്പൊ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജിയിലുള്ള മുന്നേറ്റം, പുരോഗമനം, അത് നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നേരിടുന്ന വെല്ലുവിളിയെ നമുക്ക് മറികടക്കാൻ, അതിനെ നേരിടാനുള്ള ഒരു തന്ത്രമാണ് എന്ത്? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇനി അടുത്തതാണ് പവർ ഷെയറിംഗ്. പവർ ഷെയറിംഗ് ചില അധികാരം പങ്കിടൽ, പവർ ഷെയറിംഗ്. ഇനി അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. എങ്ങനെയാ? അവാർഡുകൾ പണിഷ്മെന്റ് കൊടുക്കാം. അല്ലെ, അവാർഡ്സും പണിഷ്മെന്റും. അപ്പൊ എന്താ പറയാ, നല്ല നല്ല ഇതിനൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ അവാർഡുകളാക്കി കൊടുക്കാം. നമ്മള് തെറ്റുകൾ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പണിഷ്മെന്റ് കൊടുക്കാം. പിന്നെ അടുത്ത് നോക്കിയേ, ഇൻക്രീസ് എഫിഷ്യൻസി. നമ്മൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത. ഹോസ്പിറ്റലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് എഫിഷ്യൻസി, ഇൻക്രീസ് എഫിഷ്യൻസി. അടുത്ത നോക്കിയേ, ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. എന്ത് ചെയ്യാ? പേഷ്യൻസിന്റെ സുരക്ഷ, അവർക്ക് കൊടുക്കുന്ന കെയർ, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാം. ഈ വെല്ലുവിളികൾ നേരിടാനുള്ള തന്ത്രങ്ങളാണ് കേട്ടോ. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, പേഷ്യൻസിന്റെ സുരക്ഷ, അവരുടെ പരിചരണം, കെയർ, ഇതൊക്കെ മെച്ചപ്പെടുത്തുക. അടുത്ത നോക്കിയേ, ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്താ? മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, HIS, അത് ഡെവലപ്പ് ചെയ്യുക. എല്ലാം നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് പണ്ടത്തെ പോലെ HIS നിങ്ങൾ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് ഓരോന്നും നമ്മളെ നേരെ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആണ്, സമയം കുറച്ച് മതി, ആക്യുറേറ്റ് ആണ്, നമ്മുടെ ഡേറ്റാസ് അവിടെ സെക്യൂർ ആണ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS ഡെവലപ്പ് ചെയ്യുക. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്, ഹോസ്പിറ്റൽ സർവീസിന്റെ മാർക്കറ്റിംഗ്. പിന്നെ അടുത്ത ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം. കരിയർ ഡെവലപ്മെന്റ്, നിങ്ങളുടെ കരിയറിലുള്ള വികസനം. റീ ഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, റീ ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ, സ്റ്റാഫിന് അവർക്ക് വേണ്ട ഓറിയന്റേഷൻ, പുനഃക്രമീകരണ പരിശീലനങ്ങള്, ട്രെയിനിങ്ങുകൾ കൊടുക്കാം, ഓറിയന്റേഷൻ കൊടുക്കാം. റീ ഓറിയന്റേഷൻ ട്രെയിനിങ്. റീസ്ട്രക്ചറിങ്, അവിടെ പുനഃക്രമീകരണം, അവിടുത്തെ ആ ഒരു ഘടന, സ്ട്രക്ചർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റീസ്ട്രക്ചറിങ്. അത് എന്താണ്? പുതിയതായിട്ട് അയച്ചുകൊണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഘടന തന്നെ നമുക്കൊന്ന് മോൾഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറച്ചും കൂടി നല്ല ഇതിലാക്കി എടുക്കാം. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. റെസ്പോൺസിബിലിറ്റി ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്
ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഇതൊക്കെയാണ് ഈ ചലഞ്ചസിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ തന്ത്രങ്ങൾ. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പവർ ഷെയറിംഗ്, അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഇംപ്രൂവ് ദ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി കെയർ ഇതൊക്കെ മെച്ചപ്പെടുത്തുക, ഡെവലപ്പിംഗ് മോഡേൺ ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുക, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, ഹോസ്പിറ്റൽ സേവനങ്ങളുടെ മാർക്കറ്റിംഗ്, then ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നേതൃത്വ പ്രചോദനം, then career development, then orientation training for the staff, reorientation training for the staff, സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, റീഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ, റീസ്ട്രക്ചറിങ്, അതിന്റെ ഘടന തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ശരിയാക്കുക, ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്, വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത രണ്ട് കാര്യങ്ങളും ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ഈ ചലഞ്ചസിനെ നേരിടാനുള്ള വെല്ലുവിളി എന്തൊക്കെയാണ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ഏതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാതെ. പിന്നെ ഞാൻ പറഞ്ഞത് അവിടെ ബോക്സ് നമ്മൾ പഠിച്ചില്ലേ, ആ ബോക്സിൽ നിന്ന് നമുക്ക് ചോദിക്കാം ഫാക്ടേഴ്സ് ആണുള്ളത്. പിന്നെ നമ്മുടെ ആ ഫോർമുലാസ് പഠിച്ചില്ലേ, ഫോർമുലാസ് ഒന്ന് നോട്ട് ചെയ്യണം അവിടെ. പിന്നെ അടുത്തത് പിന്നെ ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ റോള്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോള്, പിന്നെ അവിടെ നമ്മൾ ആ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി, അതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ഇനി ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഒക്കെ നമ്മുടെ മുന്നിലുണ്ടോ, ലോണ്ടറി ആൻഡ് ലീഗൽ. എളുപ്പമുള്ള ചാപ്റ്റർ ആട്ടോ. ഞാനപ്പോ ലാസ്റ്റ് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ നോക്കി ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചതാണ്. നമുക്ക് കുറച്ചൊക്കെ അലക്കലും കഴുകലൊക്കെ ഇല്ലേ വീട്ടില്, നിങ്ങളുടെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇല്ലേ? ഉണ്ട്. എല്ലാവരും അലക്കലും കഴുകലൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയ പിള്ളേരെ, എത്രാമത്തെയാണ് പേജ് നമ്പർ ഒന്ന് വേഗം പറഞ്ഞു. ഇത് സ്കൂൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പേജ് നമ്പർ പറയുകയാണെങ്കിൽ വേഗം എടുക്കാനും. മൂന്നാമത്തെ ചാപ്റ്റർ ഒക്കെയാണോ? 11 അല്ലെ? പേജ് നമ്പർ 11 ലോണ്ടറി എടുക്കണം. ഇപ്പോ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നമ്മള് ഹൗസ് കീപ്പിംഗ് സർവീസ് ഒക്കെ നമ്മൾ പഠിച്ചു, ക്ലീനിങ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ ലോണ്ടറി ലിനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലെ ഈ തുണിത്തരങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇപ്പൊ പേഷ്യന്റിന് ഇടുന്ന ഡ്രസ്സുകള്, സ്റ്റാഫിന്റെ യൂണിഫോംസ്, പിന്നെ അടുത്തത് നമ്മുടെ ടേബിളില് കട്ടൻ, ബെഡ്ഷീറ്റ്, പില്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങള്, ക്ലോത്ത്സ് ഐറ്റംസ്, അതൊക്കെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് ഒക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്ന ഒരു സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ചാപ്റ്റർ 2 ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ, അതുകൊണ്ട് നമ്മള് ലാസ്റ്റ് നമ്മൾ വലിയ ബലം പിടിച്ചിരിക്കാതെ നമുക്കൊന്ന് ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ. നമ്മൾ ഇത്രയും ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഇത് തീരാൻ പോണ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് ലോണ്ടറി ആൻഡ് ലിനൻ. അതുകൊണ്ട് ഇച്ചിരി ഫ്രീ ആവാൻ വേണ്ടി കുഞ്ഞു ചാപ്റ്ററും എളുപ്പമുള്ള ചാപ്റ്ററും നോക്കി നമ്മൾ ലാസ്റ്റ് എടുക്കാന്ന് വെച്ചതാട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താണ്? ഈസ് responsible, laundry and linen service is responsible for providing adequate, clean and constant supply of linen, തുണിത്തരങ്ങൾ to all the users. ഇത് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അത് ഹോസ്പിറ്റലില് അല്ലെ, നമ്മളിപ്പോ ബെഡ്ഷീറ്റും ഇതൊക്കെ മാറുന്നില്ലേ, നമുക്ക് ഈ പേഷ്യൻസിന് ഇടുന്ന ഡ്രസ്സുകള് അവിടെ നമ്മള്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫിന്റെ യൂണിഫോംസ് കാര്യങ്ങള്, അതൊക്കെ പ്രോപ്പർ ആയിട്ട് അല്ലെ, ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എടുക്കുന്ന ഡ്രസ്സുകള്, ഐസിയുവിൽ നിന്നുള്ള എല്ലാ ഏരിയയിൽ നിന്നുമുള്ള തുണിത്തരങ്ങള് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നല്ല അലക്കലും കഴുകലും ഒക്കെ ഉള്ളവരല്ലേ? നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ എല്ലാ ദിവസവും അലക്കി നല്ല നീറ്റാക്കിയല്ലേ നമ്മളിടുക?
എന്തിനാ അപ്പൊ അങ്ങനെയുള്ളത് കൊടുക്കുന്നത്? ഈ ഹോസ്പിറ്റലില് ഈ ഒരു സപ്പോർട്ടീവ് സർവീസ് കുറെ നമ്മൾ പഠിച്ചു. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സ് ആ ചാപ്റ്ററിൽ എല്ലാ ഇതും പഠിച്ചു. പിന്നെ ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി സപ്പോർട്ടീവ് സർവീസ് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഹോസ്പിറ്റലില് ഈ ഒരു ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ പ്രോപ്പർ ആയിട്ട് അലക്കവും വെള്ളവും ഒക്കെ ചെയ്ത് നല്ല ഇതൊക്കെ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ട്? നമ്മളാണെങ്കിലും നല്ല നീറ്റ് ആയിട്ടുള്ള അലക്കിയ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? കമന്റ് ഇട്ടോ. ഇനി നിങ്ങൾ പറയൂ കുറച്ച്. ഇത്രയും നാളെ ഞങ്ങൾ പറഞ്ഞല്ലേ കേട്ടോണ്ടിരുന്നേ. എന്തിനു വേണ്ടിയിട്ടാ? ഹൈജീൻ. ഓക്കെ, വെരി ഗുഡ്. നമുക്കൊരു നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആവാനായിട്ട് അല്ലെ, ഹൈജീനിക് ക്ലീൻ ഒക്കെ ആവാൻ. പിന്നെ എന്താ നമ്മൾ പഠിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് നോക്കി. എന്തിനാ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്? ഒന്നാമത്തെ ഹൈജീനിക്, അത് ശരിയാണ്. പിന്നെ എന്താ നമുക്ക് ഹോസ്പിറ്റൽ കെയർ. ഓക്കെ, നല്ലൊരു പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണം കൊടുക്കാൻ. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചോ? അതുകൂടെയും പറഞ്ഞാലല്ലേ കറക്റ്റ് ആവുള്ളൂ. എന്താ? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷന്റെ സാധ്യത കുറയ്ക്കാൻ. നമ്മളിപ്പോ ഇന്നിട്ട് ഡ്രസ്സ് നാളെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വല്ല ജേംസ് ഇതൊക്കെ ഉണ്ടാവില്ലേ? പേഷ്യൻസിന് നമ്മൾ കുറച്ച് മരുന്ന് മാത്രം മേടിച്ചു കൊടുത്താൽ പോരല്ലോ, അല്ലെങ്കിൽ മരുന്ന് മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്താൽ പോരല്ലോ. അവർക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഇതെല്ലാം എന്തായിരിക്കണം? നല്ല ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫെക്ഷന്റെ ആ ഒരു സാധ്യത അതിനെ കുറയ്ക്കുന്നതിനും ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ present day hospital, the laundry and linen services are one of the most important supportive services. അല്ലേ? അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഇത് ലോണ്ടറി ആൻഡ് ലിനൻ. അപ്പൊ നമ്മളോട് ചോദിക്കൂട്ടോ, ഹൗസ് കീപ്പിംഗ് എന്തായിരുന്നു? ഹൗസ് കീപ്പിംഗ് സർവീസിൽ എന്തായിരുന്നു? ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് അല്ലെ? റൂം ക്ലീനിങ്, നമ്മള് ഓരോ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് ഡിസ്ചാർജ് ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞത് ഹൗസ് കീപ്പിംഗില് അല്ലെ? ഹൗസ് കീപ്പിംഗ് സർവീസില് ഇവിടെ ലോണ്ടറി ആൻഡ് ലിനനിൽ എന്താ? ക്ലോത്ത് ഐറ്റംസ്, തുണിത്തരങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ, അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസിന്റെ ഡ്രസ്സുകള്, സ്റ്റാഫിന്റെ യൂണിഫോംസ്, പല സെക്ഷൻ ഏരിയയിൽ നിന്നുള്ള ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സുകള്, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? ക്ലീൻ അതൊക്കെ നമ്മൾ അലക്കി കഴുകി നമ്മൾ അയനൊക്കെ ചെയ്ത് ഇത് നമ്മളല്ലേ അവര് കൊണ്ടുവരുന്ന വെറുതെ അലക്കി ഇങ്ങനെ ഇടണോ? അയണിങ് കഴിഞ്ഞ് നല്ല മടക്കി നല്ല നീറ്റ് ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നല്ലൊരു ബെറ്റർ പേഷ്യന്റ് കെയർ, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹൈജീനിക് കണ്ടീഷൻ ഉണ്ടാക്കുന്നതിന്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മെയിനായിട്ട് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. അപ്പോ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് at a hospital are responsible for maintaining neatness of linens, staff uniforms, lab coats and tailoring service. ഇത് കൂടാതെ ടൈലറിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ചിലതൊക്കെ ഇത്രയൊക്കെ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കീറിയത് അങ്ങനെ തന്നെ തരുമോ? ഇല്ല, അത് പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെ, അതാണ് ആ ടൈലറിംഗ് സർവീസ് പറയുന്നത്. ഇത് അലക്കി കഴുകി കൊണ്ട് തരിക മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ച് ഒക്കെ വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അവർ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ടൈലറിംഗ് സർവീസസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യൻസിന്റെ സ്റ്റാഫിന്റെ ആവശ്യകതകളെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട്, മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു നമ്മള്
സ്റ്റാഫിന്റെ യൂണിഫോം, ലാബ് കോട്ട്സ്, ടൈലറിംഗ് സർവീസസ്, നീറ്റ്നെസ് ഓഫ് ലിനൻ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിനാണ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ആ സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻ. ലിനൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? സ്റ്റാഫ് യൂണിഫോം, ലാബ് കോട്ട്സ്, ടൈലറിംഗ് സർവീസ് to meet the needs of patient and staff. The hospital laundry with the linen which got stained from various body fluids. നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന തുണിത്തരങ്ങള് അതിന്റെ വല്ല സ്റ്റെയിൻ ഒക്കെ ആവാം, ബോഡി ഫ്ലൂയിഡ്സ് ആവാം, ബ്ലഡോ യൂറിനോ ഫീസസ് എന്ന് വെച്ചാൽ മലം, okay, feces, etc. This type of linen needs to be cleansed and serviced before they are being put into the washing machine, as they are carefully and delicately handled. എങ്ങനെ വേണം? വളരെ ശ്രദ്ധിച്ച് ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണം. അപ്പൊ ഈ ഹോസ്പിറ്റലില് നമ്മള് ഹോസ്പിറ്റലിലുള്ള തുണിത്തരങ്ങളൊക്കെ ഒരു പേഷ്യന്റ് ഉപയോഗിച്ച ഡ്രസ്സോ അതുപോലെ തന്നെ അടുത്ത പേഷ്യന്റിന് ഇടാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അതിനകത്ത് ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ അതെന്ത് ചെയ്യണം? അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്തത് പ്രോപ്പർ ആയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത പേഷ്യൻസിന് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങളില് ഈ ടൈപ്പ് ഇങ്ങനെയുള്ള എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് ഇതൊക്കെ സ്റ്റെയിൻ ആയിട്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്ത് അത് മലിനപ്പെട്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ഇതിന്ന് ക്ലീൻ ചെയ്യുന്നു ആൻഡ് സർവീസ് ബിഫോർ ദേ ആർ പുട്ടിങ്. അതെന്ത് ചെയ്യുന്നു? ആ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. നിങ്ങൾ എങ്ങനെയാ? ഹാൻഡ് വാഷ് ആണോ വാഷിംഗ് മെഷീൻ ആണോ ഉപയോഗിക്കണേ? നമ്മുടെ വീട്ടിലെ ഒരു ദിവസം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളായിരിക്കുമല്ലോ അലക്കണേ. കുറെ ഡ്രസ് ഉണ്ടാവില്ലേ അല്ലേ? മക്കളുടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആയിട്ട് കുറെ ഡ്രസ് ഉണ്ടാവും. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റലിൽ ഹാൻഡ് വാഷ് ആണോ? ഓക്കെ, ഹാൻഡ് വാഷ് ഫുള്ള് ഹാൻഡ് വാഷ് ആണോ? ചിലര് നല്ലത് മാത്രം ഹാൻഡ് വാഷ് ചെയ്യും, ബാക്കി മെഷീനിലേക്ക് ഇടും. രണ്ടും ചെയ്യും അല്ലേ? അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റലിൽ എന്തോരായിരിക്കും അല്ലേ? ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള ഇത്രയും ആവുമ്പോ ഒരു ദിവസം തന്നെ ഇത്രത്തോളം ആയിരിക്കും അവര് വാഷ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയാ, വാഷിംഗ് മെഷീനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ അത് നമ്മള് വളരെ ശ്രദ്ധിച്ച് നല്ല കെയർഫുൾ ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. Reliable laundry service is of the greatest importance to the hospital. ഹോസ്പിറ്റലില് വളരെയധികം പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആണ്. ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് പോലെ വെറുതെ എന്തെങ്കിലും കാര്യം കാണിച്ച് കഴുകി വിട്ടാൽ പോരാ. അത് പ്രോപ്പർ ആയിട്ട് സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, അലക്കാൻ അറിയില്ലാത്തവരെയൊക്കെ അലക്കാൻ പഠിപ്പിക്കാം കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ സൈക്കിള് പോലെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഒരു നല്ലൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ഒരു പാരഗ്രാഫില് സെക്കൻഡ് ലൈന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, the linen and laundry service should provide safe, clean, ample and timely supply of linen to user units of the hospital. എങ്ങനെയാ? at the right time, right place, right quantity and right price. ഇനി linen and laundry service should be provided. എങ്ങനെയാ? laundry and linen service provide safe, നല്ല സുരക്ഷിതമായിട്ടുള്ള, ക്ലീൻ വൃത്തിയായിട്ടുള്ള, ആംബിൾ മതിയായ, ടൈംലി സപ്ലൈ സമയബന്ധിതമായിട്ട് സപ്ലൈ ചെയ്യുന്നു ടു ദ യൂസർ യൂണിറ്റ്. അത് ഏത് യൂണിറ്റിലാണോ, ഏത് ഏരിയയിലേക്കാണോ അങ്ങോട്ടേക്ക് വളരെ സേഫ് ആയിട്ട് ക്ലീൻ ആയിട്ട് ആവശ്യത്തിനുള്ളത് ഒരു ടൈംലി മാനർ അതിൽ സപ്ലൈ ചെയ്യുന്നു. റൈറ്റ് ടൈം എങ്ങനെയാ? യൂസർ യൂണിറ്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് പ്രൈസ്. ശരിയായ വിലയില്. അത് പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ചിലപ്പോ നമ്മുടെ ഇൻസോഴ്സിംഗ് സർവീസ് ആയിരിക്കും, നമ്മള് ഹൗസ് കീപ്പിംഗിനെ പറഞ്ഞില്ലേ അതുപോലെ, അതായത് ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും.
ചിലപ്പോ നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളെ റെന്റിന് ഈ നമ്മളെ എന്താ കരാറ് പോലെ കോൺട്രാക്ട് ബേസിലും ചെയ്യാം. പുറത്ത് കൊടുത്തും ലോൺ ഈ ഇതൊക്കെ ഡ്രസ്സുകളൊക്കെ ക്ലീൻ ആക്കി കൊടുക്കാം അതാ പറഞ്ഞേക്കുന്നത്. ശരിയായ തെരയില് അതാ പറഞ്ഞേക്കുന്നത്. റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, റൈറ്റ് ക്വാണ്ടിറ്റിയില്, റൈറ്റ് പ്ലേസില് യൂസർ യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ലിനൻ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. സർവീസ് ഷുഡ് ബി പ്രൊവൈഡ് സേഫ്, ക്ലീൻ ആംബിൾ. സേഫ്, ക്ലീൻ ആംബിൾ, മതിയായ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ദിസ് ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റം. ഈ ടേം ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ, ലോണ്ട്രി എന്ന് പറഞ്ഞാൽ അലക്കല്, അലക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. ആൻഡ് ലിനൻ എന്ന് പറഞ്ഞത് എന്തിനാണ്, ക്ലോത്തിങ് ഐറ്റത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ദിസ് ടേം ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ക്ലോത്തിങ് ഐറ്റം. തുണിത്തരങ്ങളാണ് അവിടെ, clothing ഐറ്റത്തെയാണ്. It consists of all the textile used in the hospital, which include mattress, bed cover, bed sheet, towel, blanket, screen, curtain, doctor coat, table cover, etc. ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിലെ ഉള്ള ക്ലോത്തിങ് ഐറ്റത്തിൽ ഉൾപ്പെടാം. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. എന്തൊക്കെയാണ്, എല്ലാ തരത്തിലുള്ള തുണിത്തരങ്ങളും ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ലിനൻ എന്ന് പറയുന്നത്. This term is used to denote clothing items നാണ്. അത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ക്ലോത്തിങ് ഐറ്റത്തിൽ വരുന്ന ഏതൊക്കെയാ, മാട്രസ്, നെറ്റുകള്, ബെഡ് കവറുകള്, ബെഡ്ഷീറ്റുകള്, ടവല്, ബ്ലാങ്കറ്റ്, സ്ക്രീൻ, കർട്ടൻ, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ, എക്സെട്ര. ഇങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് വരുന്നു. The most preferred and frequently used material is cotton. അണ്ടർലൈൻ ചെയ്തോ, എക്സാമിൽ ചോദിക്കാനുണ്ട്. ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് നമ്മള് മുൻഗണന കൊടുക്കുന്നത് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെറ്റീരിയൽ ഏതാ, കോട്ടൺ ആണ്. ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കുന്നത് കോട്ടൺ ആണ്. എന്തുകൊണ്ടാ, as it is lower priced, വില കുറവാണ്, and more comfortable, കൂടുതൽ കംഫർട്ടബിൾ ആണ് അല്ലെ. കോട്ടൺ ഡ്രസ്സുകളല്ലേ, പോളിസ്റ്റർ അല്ലെങ്കിൽ സിൽക്ക് അങ്ങനെയുള്ള മറ്റു ഡ്രസ്സുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് കോട്ടൺ തന്നെയല്ലേ. ലോവർ പ്രൈസ്ഡ് ആൻഡ് മോർ കംഫർട്ടബിൾ. അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്തോട്ടോ. ഏറ്റവും അനുയോജ്യം നമ്മൾ പറഞ്ഞു കോട്ടൺ ആണ്. എന്തുകൊണ്ടാണ് കോട്ടൺ ആണ് കോട്ടനെ തന്നെ പ്രിഫർ ചെയ്യാനുള്ള കാര്യം? എന്തുകൊണ്ടാ, പ്രൈസും കുറവാണ്, അതുപോലെ തന്നെ എന്താണ്, കൂടുതൽ കംഫർട്ടബിളും ആണ്. ആ സെന്റൻസ് ഒന്ന് അപ്ലൈ ചെയ്തില്ല. ടെക്സ്റ്റൈൽസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ, അതെനിക്കാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് ഫിസിക്കലി ആയിട്ട് പതിവായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ്. അതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. The hospital laundry receive all the linen material from the different areas such as, ഇനി എവിടെ നിന്നൊക്കെയുള്ള തുണിത്തരങ്ങളാണ് ഹോസ്പിറ്റൽ റിസീവ് ചെയ്യുന്നത്? Hospital laundry service, laundry receives all the linen material from the different areas such as, എവിടെ നിന്നൊക്കെ ഉള്ളതാ, വാർഡിൽ നിന്നുള്ള എല്ലാ തുണികളും കളക്ട് ചെയ്യും. ഓപ്പറേഷൻ തിയേറ്റർ, ഒപിയിൽ നിന്നുള്ളത്, OPD, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള, ആൻഡ് ഓഫീസ് ഏരിയ where they undergo the processing of sorting. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയ, എല്ലാ ഏരിയയിൽ നിന്നുമുള്ള തുണിത്തരങ്ങള് കളക്ട് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് കളക്ട് ചെയ്യുന്നു. ഇനി അവിടെ എന്താ ചെയ്യുന്നത്? where they undergo the process of sorting. അതിനെ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ SORTING. ആ തുണികളെ എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ തരം തിരിക്കുക. നിങ്ങൾ എങ്ങനെയാ പിള്ളേരെ വാഷിംഗ് മെഷീനിൽ തുണി ഇടണേ? എല്ലാ തുണിയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് മെഷീനിലേക്ക് ഇടാണോ ചെയ്യണേ നിങ്ങള്? തരം തിരിക്കും അല്ലെ. വൈറ്റ് ഡ്രസ്സുകള് മാറ്റി വെക്കും. അത് വല്ല കളറുള്ള എല്ലോടത്തിൽ ഇറങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഇതാവില്ലേ? നമ്മളെങ്ങനെയാ അലക്കണേ? അതൊക്കെ തന്നെയാണ് ആ പ്രോസസ് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യും? അവിടെ സോർട്ടിങ്, തരത്തില്ല. ജീൻസ് സെപ്പറേറ്റ് ചെയ്യും അല്ലെ ഫസ്റ്റ്. പിന്നെ കിഡ്സിന്റെ കുട്ടികളുടെ ഒക്കെ വേറെ ആൾക്കാരല്ലേ, ന്യൂ ഡ്രസ്സ് മാറ്റും. ശരിയാ, പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി വെക്കും. അത് വേണമെങ്കിൽ ഹാൻഡ് വാഷ്, അതൊക്കെ മെഷീനിലിട്ട വെച്ചിരിക്കും അല്ലെ.
അപ്പൊ നമ്മൾ എന്തായാലും നേരെ കൊണ്ടുവന്ന് മെഷീനിലേക്ക് ഇടില്ല. എന്ത് ചെയ്യും, ആദ്യം തന്നെ അതിനെ ഒന്ന് തരംതിരിക്കും. വൈറ്റ് ഡ്രസ്സ് വേറെ, നമ്മള് വെള്ള ഡ്രസ്സുകളൊക്കെ വൈറ്റ് ഡ്രസ്സ് മാറ്റി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുഷിഞ്ഞത് വേണമെങ്കിൽ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ നൈറ്റിക്ക് ഇടുന്നത് മാറ്റി വയ്ക്കും. അവസാനം നമ്മള് ചവിട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് ഇടും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എന്റെ വീട്ടിൽ ഇടുന്നത് ഓക്കെ, ശരി ശരി. നൈറ്റിക്ക് ഇടുന്നതും ഒക്കെ വേറെ മാറ്റിയ നമ്മള് നല്ല ഡ്രസ്സിന്റെ കൂടെ ഒന്നും അല്ല. അപ്പൊ എന്ത് ചെയ്യും, അത് അവിടെ ദ പ്രോസസ് ഓഫ് സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ തരം തിരിക്കും. ദെൻ വാഷിംഗ്, കഴുകും. എക്സ്ട്രാക്റ്റിംഗ്, സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്റ്റിംഗ്, അതിനൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാലും എന്റെ വേർതിരിച്ചെടുക്കുക എന്നുള്ള കേട്ടോ. ഡ്രൈയിങ്, അതിനെ ഉണക്കും. അയണിങ്, അയൺ തേക്കും. ഫോൾഡിങ്, തേച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, മടക്കും. മെറ്റിങ്, മെറ്റിങ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നുള്ളൊരു മീനിങ് ആട്ടോ. മെറ്റിങ് ആൻഡ് ഡെലിവറി, അത് ഡെലിവറി ചെയ്യും. ഇതിന്റെ നമുക്ക് അവിടെ കുറച്ചങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോ അവിടെ ഒരു സൈക്കിൾ പോലെ അവിടെ പഠിക്കാറുണ്ട് കേട്ടോ. അത് എക്സാമിന് ഏതെങ്കിലും തീരണ്ടോ. ഇത് നമുക്ക് അന്നേരം നമുക്ക് ആ ഒരു ക്രാഫ്റ്റ് സ്ട്രിപ്പുകള് അവിടെ പറഞ്ഞിട്ട് അതിന് ഇത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ ഡീറ്റെയിൽ നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വന്നേക്കുള്ളതെന്ന് ഇവിടെ നോക്കി വെക്കും. എന്തൊക്കെയാ പറഞ്ഞത്, എന്തൊക്കെയാണല്ലോ, ദ പ്രോസസ് ഓഫ് സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, ഡ്രൈയിങ്, അയണിങ്, ഫോൾഡിങ്, പെയിന്റിങ് ആൻഡ് ഡെലിവറി. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്. ഇനി in the case of linen, special care should be taken. ഈ തുണിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ തന്നെ നമ്മൾ കൊടുക്കണം അല്ലെ. The case of linen, special care should be taken. ഇനി ഒന്നാമത് നോക്കി അവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അത് 3 ഒബ്ജക്റ്റീവ് ഉണ്ട്, 3 പഠിക്കണം. എന്താണ് ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്താണ്? The purpose of this department is to provide adequate clean material to the patients and the personnel. Personnel പറഞ്ഞാരാ? PERSONNEL, സ്റ്റാഫ് അല്ലെ. സ്റ്റാഫിനും പേഷ്യൻസിനൊക്കെ മതിയായിട്ടുള്ള ക്ലീൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. while ensuring എന്ത് ഉറപ്പുവരുത്തണം? that hygienic condition are maintained in the process. അതിന്റെ ആ പ്രോസസ് നമ്മൾ പറഞ്ഞില്ല, അത് അലക്കൊക്കെ ചെയ്യുമ്പോൾ എന്താ, ഒരു നല്ലൊരു ഹൈജീനിക് കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇവിടെ ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൊവൈഡ് adequate clean material to patient and personal. അങ്ങനെ ചോദിക്കാം, എന്താ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. അപ്പൊ അതിന്റെ പർപ്പസ് എന്താ, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പർപ്പസ് എന്താ, അത് ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്താ, നമ്മള് പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ മതിയായ ക്ലീൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെ വേണം, എന്ത് ഉറപ്പുവരുത്തിക്കൊണ്ട്? ഒരു ഹൈജീനിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അത് ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ലൊരു എന്താ പറയാ, ഒരു ക്ലീൻ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യണം. Okay, the main objectives of the department are the following. ഇതിന്റെ main objectives എന്തൊക്കെയാന്ന് നോക്കിയേ. ഒന്നാമത്തെ, to retain a comfortable and safe environment for the patient, staff and visitors. ചോദിക്കാറുണ്ട് കേട്ടോ objectives. നോട്ട് ചെയ്ത് വെക്കാം. 3 പോയിന്റ്സ് ഉള്ളൂ. ഇത് objectives ഇൻക്ലൂഡ് ചെയ്യുന്നതോ ഇൻക്ലൂഡ് ചെയ്യാത്തതോ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് അല്ലേ, ഒരു ഒബ്ജക്റ്റീവ് അല്ലേ. എന്താണ്? റീറ്റെയിൻ, നിലനിർത്തുക. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, ഒരു സുഖപ്രദമായിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം. ആർക്കൊക്കെ? ആർക്ക് വേണ്ടി? ഫോർ ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യന്റിന്, സ്റ്റാഫിന്, വിസിറ്റേഴ്സിന് ഒക്കെ വേണ്ടിയിട്ട് ഒരു സുഖപ്രദമായിട്ടുള്ള, ഒരു സേഫ് ആയിട്ടുള്ള അന്തരീക്ഷം റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. അടുത്ത നോക്കിയേ, to provide constant supply of qualitative linen to the various required area like IP. IP എന്താ? IP, inpatient, operation theatre, OPD and other area. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമുള്ള ലിനൻ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ ഒരു കോൺസ്റ്റന്റ് സപ്ലൈ, സ്ഥിരമായിട്ടുള്ള, കുറച്ച് ഇന്ന് കൊടുത്തു നാളെ കൊടുത്തില്ല അങ്ങനെയല്ല, ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ ടു വേരിയസ് റിക്വയർഡ് ഏരിയ, ആവശ്യമുള്ള ഏരിയയിലേക്ക്.
ആവശ്യമുള്ള ഏരിയ ലൈക്ക് IP, ഓപ്പറേഷൻ തിയേറ്റർ, OPD ആൻഡ് അതർ ഏരിയ, അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ ഒരു കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത് നോക്കിയേ, ടു കൺട്രോൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് റീറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് കെയർ. ഇനി എന്താ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്? എന്താ? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ അതിനെ കൺട്രോൾ ചെയ്യുക, ആൻഡ് റീറ്റെയിൻ നിലനിർത്തുക ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം, പേഷ്യന്റ് കെയർ നിലനിർത്തുക. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ അലക്കാത്തയൊക്കെ തുണിയൊക്കെ കൊണ്ടുവന്ന് പേഷ്യന്റിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അസുഖം വരും അല്ലേ? അതുകൊണ്ട് എന്താ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. മൂന്ന് ഒബ്ജക്റ്റീവ് ഓക്കെയാണോ നോക്കിയേ? പേഷ്യൻസിന്, സ്റ്റാഫിന്, വിസിറ്റേഴ്സിന് ഒരു സുഖപ്രദമായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുക. പിന്നെ അടുത്ത നമുക്ക് ഏതൊക്കെ ഏരിയ ആണ് ആവശ്യമുള്ള ഏരിയയിലേക്ക് കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ്, ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അതിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ ക്വാളിറ്റി ഓഫ് കെയർ, ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം, വെറുതെ കെയർ അല്ല, എന്താ ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരമുള്ള പരിചരണം നിലനിർത്തുക. ഓക്കെ ആണോ? ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എഴുതി വെക്കാം. ഇനി അടുത്ത നോക്കിയേ, സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ലോണ്ടറി സർവീസസ് ആർ ദ ഫോളോയിങ്. ഇനി എന്തൊക്കെയാണ് ലോണ്ടറി സർവീസിന്റെ മെയിൻ ഫങ്ഷൻസ്? കുറച്ചതൊക്കെ പറഞ്ഞത് തന്നെയാ പറയുന്നത്. എന്തൊക്കെയാ ഫങ്ഷൻ നോക്കിയപ്പോ ഫങ്ഷൻസ് ഇതുപോലെ നോക്കുക, ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഒന്നാമത്തെ എന്താണെന്ന് നോക്കിയ ഫങ്ഷൻസ്, to collect or receive soiled and infected linen from different places. കളക്ട് ചെയ്യുക, ശേഖരിക്കുക, റിസീവ് ചെയ്യുക. കളക്ട് ഓർ റിസീവ് സോയിൽഡ് ലിനൻ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽഡ് മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ. ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻ അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിനനിൽ പഠിക്കുന്നുണ്ട്. സോയിൽഡ്, ഇൻഫെക്റ്റഡ് ലിനൻ ഒക്കെ. ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകളില്ലേ, അവരിൽ നിന്ന് കളക്ട് ചെയ്ത തുണികൾ. ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്തേക്കുന്ന തുണികളൊക്കെയാണ് ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ ഉള്ളത്. സോയിൽഡ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ല, മലിനമായിട്ടുള്ളത്. ഓക്കെ, നല്ല ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെയൊക്കെ ഉള്ള മലിനമായിട്ടുള്ള തുണികളാണ്. ഇതാണ് സോയിൽഡ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോഴത്തെ പഠിക്കാനുണ്ട്. സോയിൽഡ് എന്ന് പറഞ്ഞാൽ മലിനമായ, ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ളത്. ഓക്കെ, അത് എന്ത് ചെയ്യണം നമ്മള്? പല ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും മലിനമായതും ഇൻഫെക്ഷൻ ഉള്ളതുമായിട്ടുള്ള ലിനൻ തുണികള് കളക്ട് ചെയ്യുക. ഒന്നാമത്തെ ഫംഗ്ഷൻ ആട്ടോ. ഇനി രണ്ടാമത് നോക്കിയേ, ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ which includes എന്തൊക്കെയാ പ്രോസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേക്കണേ? സോർട്ടിങ്, സ്ലൂസിങ്, ഡിസ്ഇൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. ഈ പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? നോക്കിയേ, ഓരോന്നോരോന്ന് നോക്കിയേ. ദ പ്രോസസ് ദ സോയിൽഡ് ലിനൻ which include, അപ്പൊ ലിനൻ പ്രോസസ് ആണ്. തുണികൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ നോക്കിയേ, എന്താണ്? സോർട്ടിങ്. സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അടക്കുക എന്നുള്ള മീനിങ് ആണ് സോർട്ടിങ്. സോർട്ട് ചെയ്ത് വെക്കാന്ന് കണ്ടിട്ടില്ലേ? നമ്മൾ ഓരോന്നും അടക്കിയിട്ട് വെക്കുക. സോർട്ടിങ്. സ്ലൂസിങ്. സ്ലൂസിങ് എന്ന് പറഞ്ഞാൽ കഴുകുക, വെറുതെ ഒന്ന് കഴുകുക. സ്ലൂസിങ്, SLUICING. അടുത്ത് നോക്കിയേ, ഡിസ്ഇൻഫെക്റ്റിംഗ്. ഡിസ്ഇൻഫെക്ഷൻ നടത്തുക. ഡിസ്ഇൻഫെക്റ്റിംഗ്, ഡിസ്ഇൻഫെക്റ്റിംഗ്. വാഷിംഗ്, എന്നിട്ട് അതിനെ വാഷ് ചെയ്യുക. ഇപ്പൊ നമ്മള് ബ്ലീച്ചിലൊക്കെ ഇട്ട് വെക്കാറില്ലേ, അണുനാശിനിയിലൊക്കെ, അങ്ങനെയൊക്കെ ബ്ലീച്ച് വെള്ളത്തിലൊക്കെ ചിലപ്പോ അത് പഠിക്കാറുണ്ട്. നമുക്കവിടെ നമ്മൾ ആക്കാൻ പോകുമ്പോ നമുക്കവിടെ പഠിക്കാറുണ്ട് കേട്ടോ. ഇതിനകത്ത് ഡിസ്ഇൻഫെക്റ്റിംഗ്. അപ്പൊ നല്ല ബ്ലീച്ചിലൊക്കെ അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ എടുത്ത് മെഷീനിലേക്ക് ഇടാൻ പാടില്ല, അതൊന്ന് വാഷ് ചെയ്യണം. വാഷിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്. അതിന് എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ വേർതിരിച്ചെടുക്കുക. കണ്ടീഷനിങ്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷനിങ് നിങ്ങൾ ചെയ്യാറുണ്ട്.
നമ്മള് എന്താ തുണികളൊക്കെ അലക്കിയിട്ട് നമ്മള് കംഫർട്ടിലൊക്കെ മുക്കാറില്ലേ അല്ലെ? കംഫർട്ടിലൊക്കെ മുക്കാറില്ലേ? എന്തിനാ കംഫർട്ടിലൊക്കെ മുക്കണേ? തുണിയൊക്കെ അലക്കിയിട്ട് ഉണ്ട് കംഫർട്ടിൽ മുക്കാറുണ്ട് അല്ലേ? നല്ല സ്മെല്ല് കിട്ടും. സ്മെല്ല് മാത്രാണോ? സ്മെല്ലിന് വേണ്ടി മാത്രാണോ? സ്മെല്ല് കിട്ടാൻ മാത്രമല്ലല്ലോ. നല്ലൊരു തിളക്കം കിട്ടാൻ, ഷൈൻ. ഓക്കെ. പിന്നെ നല്ല എന്താ പറയാ, നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കൂലേ? നല്ല സ്റ്റിഫ് ആയിട്ട് നമ്മൾ അലക്കിന്നുണ്ട്. വെറുതെ അലക്കി അടയെ കൊണ്ടുവന്നിടുമ്പോ അത്ര ആ ഒരു ഭംഗി ഉണ്ടാവും. ഭംഗി മാത്രമല്ല, നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. നമ്മുടെ സ്റ്റിഫ് ആൻഡ് ഷൈനിലൊക്കെ നമ്മൾ കീട്ടിടുമ്പോൾ അല്ലെ, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് ആയിരിക്കാൻ വേണ്ടി ചെയ്യണത് കേട്ടോ. സ്മെല്ലുണ്ട്, ഓക്കെ, സ്റ്റിഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യണത്. അങ്ങോട്ട് എന്ത് ചെയ്യും? ആ സാധനം എടുത്തിട്ട് അയൺ ചെയ്യൂലേ? തേക്കാറില്ലേ? അങ്ങനെ തന്നെ എടുത്ത് വെക്കാലല്ലോ. അവിടെ എന്ത് ചെയ്യും? നമ്മളെ തേക്കും. അയണിങ് തേക്കും. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ എവിടെ പോയി? സ്ക്രീനില്ലേ? ഉണ്ട്. യെസ്, നമുക്കുണ്ടല്ലോ. ചിലപ്പോ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ പോണത്. ഓക്കെ. അപ്പൊ നമ്മള് എവിടെ വരെ എത്തി? നമ്മള് അയൺ ചെയ്തു. എല്ലാവരും തേച്ചോട്ട് അവിടെ ഇരുന്ന അയണിങ്. അടുത്തത് എന്താ? പ്രസ്സിങ്. അയൺ ചെയ്തിട്ട് നമ്മളത് മടക്കി വെക്കൂലേ? അതാണ് പ്രസ്സിങ് വെച്ചാൽ പ്രസ് ചെയ്യുക, മടക്കുക എന്നുള്ളൊരു ഇതാണ്. ആൻഡ് ഫോൾഡിങ്. അതാണ് പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. അത് പ്രസ് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ മടക്കുക. ഇത് മടക്കി വെക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ പോകുന്നത് കേട്ടോ. എന്താ? സോർട്ടിങ്, സ്ലൂസിങ്, disinfecting, washing, extracting, conditioning, ironing, pressing and folding. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ആ സൈക്കിളിൽ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ. To inspect and repair damaged material and replace them. To inspect ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക അല്ലെ? കേടായ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കീറിപ്പോയതോ കേടായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിക്കുക. ആൻഡ് റിപ്പയർ ചെയ്യുക. ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ അലക്കാനൊക്കെ എടുക്കുമ്പോഴേ നമ്മളും അങ്ങനെയല്ലേ? അലക്കാനൊക്കെ എടുക്കുമ്പോ എന്തെങ്കിലും കീറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കീറിയുടെ അങ്ങനെ തന്നെ അലക്കിയിട്ടില്ലോ. എന്ത് ചെയ്യും? നമ്മളൊന്ന് റിപ്പയർ ചെയ്യും. തുന്നേണ്ടതാണെങ്കിൽ തുന്നും, സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ മെഷീനിൽ തയ്ക്കേണ്ടതാണെങ്കിൽ മെഷീനിലൊക്കെ തയ്ക്കും. അങ്ങനത്തല്ലേ നമ്മള് അല്ലേ? നേരെ കീറിപ്പോയത് അങ്ങനെ തന്നെ അലക്കി കൊണ്ടൊന്നും ഇടൂല. ഇതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യണതൊക്കെ തന്നെ നോക്കി എന്ത് ചെയ്യും? ടു ഇൻസ്പെക്ട് പരിശോധിക്കുന്നു, ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ്ഡ് ദം. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യും. അടുത്ത നോക്കിയ നാലാമത്തെ എന്താ? ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു ദ റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. നമുക്ക് അത് ആവശ്യമുള്ള, ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നതാണെങ്കിൽ അതൊക്കെ അലക്കി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തന്നെ നമ്മൾ എന്താ കൊടുക്കണ്ടേ? ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യണം. ടു ഡിസ്ട്രിബ്യൂട്ട്, അവിടെ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്ത് അലക്കി വെച്ചാൽ മാത്രം പോരല്ലോ. അത് ആവശ്യാനുസരണം അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുന്ന ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യണം? ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾ അത് വിതരണം ചെയ്യണം. ടു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ വിതരണം ചെയ്യുക. അഞ്ചാമത് നോക്കിയേ. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ടു മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. ഇതെല്ലാം അതിന്റെ ഒരു സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, എപ്പോഴും നിലനിർത്തുക. അത് നമ്മൾ പഠിക്കാനുണ്ട് അവിടെ. പറഞ്ഞിട്ട് ഇത്ര സെറ്റ് ഇത് ഓരോ ഇതിന് വേണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പത്തേക്ക് നമുക്ക് ഡീറ്റെയിൽ പറയാം. അപ്പൊ എന്തായാലും അതിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മളത് ഒരെണ്ണം എടുത്ത് കഴിയുമ്പോൾ അവിടെ നമ്മളത് റീപ്ലേസ് ചെയ്യാൻ പാകത്തിന് അലക്കി റെഡി ആയിട്ടിരിക്കണം അല്ലേ? ഓക്കെ. അടുത്തത് നോക്കി. പിന്നെ അതുപോലെ ഓരോ പേഷ്യൻസ് വരുമ്പോ അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ടും സ്റ്റാഫിനൊക്കെ ആണെങ്കിലും ഓരോ ദിവസം ഇടാനുള്ളതൊക്കെ അത് നേരത്തെ തന്നെ അത് അതിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ. റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ലോട്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രജിസ്റ്ററുകള്, പല തരത്തിലുള്ള രജിസ്റ്ററുകൾ റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക.
റിപ്പീറ്റ് പറഞ്ഞ് നിലനിർത്തുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രജിസ്റ്ററുകൾ, പലതരത്തിലുള്ള രജിസ്റ്ററുകൾ, സ്റ്റോക്കിന്റെ ഇതാകാം, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ആകാം, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാകാം, അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതാകാം. അപ്പൊ എല്ലാവരും അതൊക്കെയുമായി ബന്ധപ്പെട്ട അത് ഇന്ന രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള പലതരത്തിലുള്ള രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, നെക്സ്റ്റ് ഒരു പാരഗ്രാഫ്. അപ്പൊ ഫങ്ഷൻസും ഒന്ന് വായിച്ചു വെക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും എഴുതാം, ഏത് ലോട്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് എഴുതാലോ, അല്ലേ, പെട്ടെന്ന് എഴുതാലോ. ഓക്കെ അല്ലേ, ഫങ്ഷൻസ്. യെസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, the responsibility of the department is to manage technical functions is determined. അവിടെ ഡിറ്റർമിൻ, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ DETERMINE ആണോ നോക്കട്ടാ. ഡിറ്റർമിൻ, determine of the type of linen to be purchased, the quantity of the material in stock, etc. Requirements for linen vary in various area. Then full stop and etc. Then full stop. Requirements of linen vary in various area, and the hospital need to provide sufficient quantity of the linen for circulation as well as rest period in storage. പറഞ്ഞേക്കുന്ന നമ്മുടെ ഈ ടെക്നിക്കൽ ഫങ്ഷൻ, സാങ്കേതിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക, വാങ്ങേണ്ട, നമ്മള് പർച്ചേസ് ചെയ്യേണ്ട അതിന് എന്തൊക്കെയാണെന്നുള്ള ഡിറ്റർമിൻ ചെയ്യുക, നിർണ്ണയിക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്, പർച്ചേസ് ചെയ്യേണ്ട തുണിത്തരങ്ങള് ഏതൊക്കെയാണ് എന്നുള്ളത് നിർണ്ണയിക്കുക. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്, ആ സ്റ്റോക്കിലുള്ള ആ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, അളവ് എക്സെട്ര, ഇതൊക്കെ മാനേജ് ചെയ്ത് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യുക, മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ടെക്നിക്കൽ ഫങ്ഷൻസ്, determine of the type of linen to be, തരത്തിലുള്ള linen purchase ചെയ്യണം. Then quantity, material stock ഉള്ള മെറ്റീരിയൽസിന്റെ quantity. Then requirements for linen in various area. ഒരു ഏരിയയിൽ ആവശ്യമായിട്ടുള്ള linen അത്രയായിരിക്കും വേറെ ഏരിയയില് അല്ല, അല്ലെ. റിക്വയർമെന്റ്സ്, അതിന്റെ ആവശ്യങ്ങൾ, ആ ഏരിയ അനുസരിച്ച് അത് എന്താണ് വ്യത്യസ്തമായിരിക്കും. അതിന് ആ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതും അതിന്റെ ആവശ്യകതയും ഒക്കെ വ്യത്യസ്തമായിരിക്കും. വേരിയസ് ഏരിയ, പല ഏരിയകളിലും വ്യത്യാസപ്പെടും. ആൻഡ് ദ ഹോസ്പിറ്റൽ നീഡ് ടു പ്രൊവൈഡ് എ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻ. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ആവശ്യത്തിന് ക്വാണ്ടിറ്റിയില്, അത്രയും അളവില് ലിനൻ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണം. ഫോർ, ഇതിനു വേണ്ടി സർക്കുലേഷൻ ആസ് വെൽ ആസ് റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്. അതായത് നമ്മൾ ഓരോ ഇതിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ആ സർക്കുലേഷന് ലിനൻ ഹോസ്പിറ്റലിന് വേണം എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മള് പേഷ്യന്റ് ആണെങ്കിലും പേഷ്യന്റിന്റെ വരുമ്പോൾ തന്നെ ഇടാനായിട്ട് അവിടെ ഒരെണ്ണം, അതപ്പോ തന്നെ മാറ്റുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ സെപ്പറേറ്റ് അഡീഷണൽ അവിടെ വേണം. പിന്നെ ഒരെണ്ണം അലക്കാൻ കൊണ്ടുപോകണം, അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ അതിന്റെ എക്സ്ട്രാ ആ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്ത് അല്ലെ, അത് അലക്കാപ്പ് കൊണ്ടുപോകുമ്പോൾ ഒരെണ്ണം പെട്ടിലിടണം, അതെടുക്കുമ്പോഴത്തേക്കും അടുത്തത്, അങ്ങനെ ആ ഒരു കറക്റ്റ് ആ സർക്കുലേഷന് ആവശ്യമായിട്ടുള്ള ആ തുണിത്തരങ്ങള് അവിടെ സ്റ്റോർ ചെയ്യണം വിവിധ മേഖലകളില് ഉള്ളത്. കൂടാതെ സർക്കുലേഷന് ആവശ്യമായിട്ടുള്ള അളവില് ഹോസ്പിറ്റൽ നൽകേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ, ഒരു തുണി അലക്കി ഉണങ്ങിയിട്ട് വേണോ നമുക്ക് അടുത്തതിടാൻ. നമ്മൾ ഓൾറെഡി അവിടെ നമുക്ക് ഒരെണ്ണം മാറുമ്പോഴത്തേക്കും മുഷിഞ്ഞിടുമ്പോഴത്തേക്കും അടുത്തത് ഇടാൻ നമ്മൾ അവിടെ അലക്കി മുറിയാക്കി വെച്ചേക്കല്ലേ, അല്ലേ? അല്ലാതെ ഇത് കൊണ്ടുവന്ന് അലക്കി ഇട്ടിട്ട് വേണോ നമുക്ക് ഇടാൻ? വേണ്ട. അതുപോലെ ആ സർക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ലീന് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ബാക്കിത്തെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യേ.